തണ്ണിമത്തൻ. ഓക്കെ, ഒരു തണ്ണിമത്തനുള്ള അതിനാണ് ഈ ഷോ മുഴുവൻ. കൊറേ തണ്ണിമത്തൻസ് ഉണ്ടായി, പക്ഷെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന രൂപമായിട്ടുള്ളത് തണ്ണിമത്തനാ. ഇന്ന് വളരെ അത്യപൂർവമായ ദിവസമാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്റെ ജീവിതത്തിൽ വിളവെടുക്കാൻ ഒരു തണ്ണിമത്തിന് വേണ്ടി പോകുന്നത് ഇപ്പൊ ആദ്യമായിട്ടാ. നമ്മൾ ആദ്യമായിട്ട് അതുകൊണ്ട് തണ്ണിമത്തൻ ആയുണ്ടോന്നൊക്കെ അറിയാൻ വേണ്ടിട്ട് ഇടക്കിടക്ക് ഇങ്ങനെ തട്ടിയൊക്കെ നോക്കുന്നുണ്ട്. ആയ പോലെയൊക്കെ തോന്നുന്നു. പക്ഷെ ഇതിന്റെ കൂടെ നമുക്ക് കുറെ ഇതുപോലെ തണ്ണിമത്തൻ ഉണ്ടായി. ഞാൻ വിചാരിച്ചു മുറ്റത്ത് വെച്ചിട്ട് വിൽക്കാനുള്ള അത്രയും തണ്ണിമത്തൻ ഉണ്ടാവുന്നു. ബാക്കിയൊക്കെ കരിഞ്ഞു പോയി സ്ഥിതിക്ക് ഇതിന്റെ ഉള്ളിൽ എന്താന്ന് എനിക്ക് നല്ല ആകാംക്ഷ. എനിക്കതെ, ഞങ്ങള് അത് ആദ്യമായിട്ട് ആയതുകൊണ്ട് അതിന്റെ ഒരു ത്രില്ല് വേറെയാ. അപ്പൊ ഇത് നമ്മള് പൊട്ടിക്കാണ്. നല്ല അടിപൊളി തണ്ണിമത്തൻ. ഇവിടെ മക്കൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് വാട്ടർമെലൻ. സത്യം പറയാലോ, ഇത് ക്യാമറ ഓൺ ആക്കാൻ മറന്നു. ഞങ്ങള് ഓൾറെഡി കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഭയങ്കര കത്തിയായിരുന്നു. ചേട്ടന്റെ ആഗ്രഹം ഒന്ന് പൂർത്തീകരിക്കാൻ വേണ്ടിട്ട് വീണ്ടും ക്യാമറയിൽ കട്ട് ചെയ്യണ മാതിരി അഭിനയിച്ചതാ. കളർ കുറവാണ് ഉള്ളില് അല്ലെ? മേടിക്കണായിട്ട് കളർ സാധാരണ നമ്മൾ മേടിക്കുന്നത് നല്ല റെഡ് കളർ ഉണ്ടാവാറുണ്ട്. മധുരം ഇതായിട്ടുണ്ടാവും വിചാരിക്കുന്നു. നല്ല മധുരം കൂട്ടാ. അപ്പൊ റെഡ് കളർ അല്ലെങ്കിലും നല്ല മധുരം ഉണ്ട്. മധുരം കേട്ടോ നല്ല പോലെ. എന്നാലും കൂട്ടാൻ 5 സീഡ് ഇട്ടിട്ട് ബാക്കി എല്ലാരും പണങ്ങിപ്പോയി. കൂട്ടനെ കാണാൻ ആകെ തേടി വന്ന ആളിത് മാത്രമാണ്. ജ്യൂസ് അടിക്കാൻ എനിക്ക് കഷ്ണം മതി, ജ്യൂസ് വേണ്ട. പിള്ളേർക്ക് ജ്യൂസ് ഇഷ്ടം. അപ്പൊ എന്റെ മോനുള്ള കഷ്ണം ഞാൻ കട്ട് ചെയ്തിട്ട് മറ്റേ കല്യാണത്തിന് കേക്ക് വെച്ചോ പോലെ വെച്ചോ, അതോ കൂട്ടം തന്നെ കഴിക്കൂ? കല്യാണത്തിന് കേക്ക് വെച്ച തരണ പോലെ വെച്ച് തരണ്ട. മറ്റേ ഗജിനി കളിക്കണ്ട. ഒരു Yeah, the big one. My God. എന്താ? അപ്പൊ ജ്യൂസ് അടിച്ചാ സൂപ്പറാ. Refreshing.